ഹായ് എവരിവൺ. നമ്മൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സിബ്ലിംഗ് റൈവലറി ആണ്. ഇന്നത്തെ ഒരു കാലത്ത് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് എന്ന രീതിയിൽ കുറെ ന്യൂസുകളും കാര്യങ്ങളും വരുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിബ്ലിംഗ് റൈവലറി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സിബ്ലിംഗ് റൈവലറി എന്ന് പറയുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു സിബ്ലിംഗ് റൈവലറി നമ്മുടെ കുടുംബത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും, കുഞ്ഞു കുട്ടികളിൽ മാത്രമാണോ ഈ സിബ്ലിംഗ് റൈവലറിയുടെ സിംറ്റംസ് നമ്മൾ കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സിബ്ലിംഗ് റൈവലറി സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലേക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്താണ്. രണ്ടാമതൊരു കുഞ്ഞ് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന സമയത്ത് മൂത്ത ആൾക്കൊരു തോന്നലുണ്ടാവുകയാണ്, നമ്മുടെ പേരൻസ് എന്നെ കൂടുതലായിട്ടും കാര്യമാക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല, എപ്പോഴും ഈ കുഞ്ഞുവാവേനെയാണ് നോക്കുന്നത്, അല്ലേ, നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്, കുഞ്ഞിനെയാണ് കൂടുതലായിട്ടും പരിചരിക്കുകയും, കാരണം അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമാണ് ആ കുഞ്ഞ് ജനിച്ച ആ ഒരു സമയം എന്ന് പറയുന്നത്. സോ മൂത്ത ആൾക്ക് അങ്ങനത്തെ ആളെ ശ്രദ്ധിക്കുന്നില്ല, ആളെ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാവുന്ന സമയത്താണ് ഈ ഒരു സിബ്ലിംഗ് റൈവലറി എന്ന് പറയുന്ന കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുവാനും അല്ലെങ്കിൽ അഗ്രസീവായ രീതിയിൽ പെരുമാറുവാനും അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് വരെ എത്താനും ഈ സിബ്ലിംഗ് റൈവലറി കാരണമാകുന്നുണ്ട്. സിബ്ലിംഗ് റൈവലറിയുടെ ഒരു ഓൺസെറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കറിയാം ബർത്ത് ടു ഒരു ടോൾഡർഹുഡ് എന്ന് നമുക്ക് പറയാം. ആ കുഞ്ഞിങ്ങനെ നടക്കാൻ തുടങ്ങുന്ന ഒരു സമയം വരെ, നമുക്ക് വേണമെങ്കിൽ 0 to ഒരു 1 year നമുക്ക് പറയാം. ഈ സമയത്താണ് നമുക്ക് ഒരു സിബ്ലിംഗ് റൈവലറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞിനെത്തുന്ന സമയത്ത്. പിന്നീട് ആ ഒരു വ്യക്തി പ്രീ സ്കൂളിലേക്കും എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രീ സ്കൂൾ അല്ലെങ്കിൽ 2 to 5 ഒരു ടൈമിലേക്ക് 2 to 5 ഏജിൽ എത്തുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ ഒരു ഇന്റൻസിറ്റി, കൂടുതൽ അറ്റൻഷൻ കുഞ്ഞിലേക്ക് കൊടുക്കുന്നു എന്നൊരു തോന്നല് മൂത്ത ആൾക്കുണ്ടാവുന്നു. പിന്നീട് പ്രീ സ്കൂളിലേക്ക് കിടക്കുന്ന സമയത്ത് പേരൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ നമുക്കറിയാം ചെറുതാണെങ്കിൽ അവൻ കുറച്ചും കൂടി മുതിർന്ന ആളാണല്ലോ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറുതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈമും കൂടിയാണ് പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ. ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് അഡോളസെന്റ് പീരീഡിലാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ കേട്ടിട്ടുണ്ട്, അനിയത്തിനോടാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അനിയനോടാണ് പേരൻസിന് കൂടുതൽ ഇഷ്ടം, അപ്പനിഷ്ടം അനിയത്തിനോടാണ്, അല്ലെങ്കിൽ അനിയനോട് ഇളയ ആളിനോടാണ് കൂടുതൽ ഇഷ്ടം, എന്നെ ആരും കാര്യമാക്കുന്നില്ല, ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല, എനിക്ക് ആരും ശ്രദ്ധ തരുന്നില്ല എന്നുള്ളൊരു പറച്ചിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു അഡോളസെന്റ് പീരീഡ് ആണ്. അഡോളസെന്റ് മാത്രമല്ല, അവിടെ വെച്ച് നിൽക്കണില്ല. നമ്മൾ ഈ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിരിക്കുന്ന കുറേയേറെ മർഡർ കേസുകളും അതുപോലെ തന്നെ കുറേയേറെ പോലീസ് കേസുകളും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, സഹോദരങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് അത് ഒരു മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യത്തക്ക രീതിയിലുള്ള കേസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം ഇതിന്റെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ സിബ്ലിംഗ് റൈവലറി തന്നെയാണ്. ഏറ്റവും കുഞ്ഞിലെ സ്റ്റാർട്ട് ചെയ്ത് അത് പരിഹരിക്കാതെ ആളുടെ ഒരു 56 ഏജ് ഒന്നും ഒരു കാര്യമല്ല, ഏത് പ്രായത്തിലും ഇതിന്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കോസൽ ഫാക്ടേഴ്സിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞ് മൂത്ത ആളുണ്ടായ ശേഷം ചിലപ്പോൾ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞ് ഒരു 3 വയസ്സ് കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ 6 വയസ്സ് കഴിഞ്ഞിട്ടാവാം, 12 വയസ്സ് കഴിഞ്ഞിട്ടാവാം. ഇങ്ങനെ ഓരോ രീതിയിൽ എങ്ങനെയുണ്ടാകും, നമ്മുടെ കുടുംബത്തിലേക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു വരുന്നുണ്ട്. സോ ഏറ്റവും ഒരു ബെറ്റർ ആയിട്ട് രീതി എന്ന് പറയുന്നത് മൂത്ത ആള് ഉണ്ടായതിനു ശേഷം ഒന്നെങ്കിൽ ആ കുഞ്ഞ് ഒത്തിരി അറിവ് വരുന്നതിന് മുന്നേ ഒരു 2 വയസ്സിനുള്ളിൽ മറ്റൊരു കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 3 വയസ്സിനുള്ളിൽ ഒരു കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ ഒരു സിബ്ലിംഗ് റൈവലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കുടുംബത്തിൽ എന്താണ് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് കൂടുതൽ കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ആള് എന്താണ് ചെറുതിനെ നോക്കുകയും കുറച്ചും കൂടി നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രായമാണ്. കാരണം ഈ കുഞ്ഞിലെ നമ്മൾ ഈ കുഞ്ഞ് ഉപദ്രവിക്കുന്നുണ്ട്, ആള് വഴക്കുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ തല്ലുകയോ വഴക്ക് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ മൂത്ത ആളുടെ ഡെവലപ്മെന്റിനെയാണ് അത് ബാധിക്കുന്നത്. സോ നമുക്ക് അവിടെയും ചെയ്യാൻ പറ്റില്ല, രണ്ടാമത്തെ ആളെയും ചെയ്യാൻ പറ്റാത്ത ആകെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലൂടെ നമ്മുടെ പേരൻസ് കടന്നു പോകും. സോ കുറച്ചും കൂടി ഏജ് ആവുകയാണെങ്കിൽ, ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഒരു 4 to 5 കുട്ടി സ്കൂളിൽ പോകുന്ന കാലത്താണ് നമുക്ക് രണ്ടാമത്തെ ഒരു കുഞ്ഞുണ്ടാവുന്നതെങ്കിൽ
കുറച്ചും കൂടി പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഈ ഒരു ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കോസൽ ഫാക്ടർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. എത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിലും രണ്ടാമത്തെ ആള് ഏത് ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞാലും ആ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കുന്ന മൂത്ത അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആളെ നന്നായി നോക്കുന്ന മൂത്ത ആൾക്കാരുണ്ട്. സോ നമുക്കത് ചെറിയൊരു കോസൽ ഫാക്ടർ ആയിട്ട് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയിൽ നമ്മൾ ആ മക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ചില പേരൻസിന് ചില കുട്ടികളോട് ഇഷ്ടം കൂടുതലുണ്ടാവാം. അതായത് ഫേവർ ആയിട്ടുള്ള കുറച്ച് മൂത്ത ആളോട് ചില ആൾക്കാർക്ക് അപ്പന് ചിലപ്പോൾ മൂത്ത ആളോടായിരിക്കും ഇഷ്ടം, അമ്മയ്ക്ക് ചിലപ്പോൾ ഇളയ ആളോടായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ അപ്പന് ചിലപ്പം മൂന്നാമത്തെ ആളോടായിരിക്കും ഇഷ്ടം. അത് ചിലപ്പോൾ അങ്ങനെ ഒരു ആരോടാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട് എന്ന് മൂത്ത ആൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകനോ മകളോ തോന്നിക്കഴിഞ്ഞാലും അത് കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോസസ് ആണ് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു കുടുംബത്തില് ഫാദറും മദറും തമ്മിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഫോം ചെയ്യാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ തിയറീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അറ്റാച്ച്മെന്റ് തിയറീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അറ്റാച്ച്മെന്റ് അതായത് നമ്മൾ കുഞ്ഞിനെ നെഗ്ലക്ട്ഫുൾ ആയിട്ട് കരുതുക, അധികം ഒന്നും ആ കുഞ്ഞിനോട് സ്നേഹത്തിൽ പെരുമാറാതെ ഉള്ള രീതിയിലാണ് ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ കുഞ്ഞ് വളർന്നു വരുന്നതെങ്കിൽ, രണ്ടാമത്തെ കുഞ്ഞിനോടും ഈ ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ കുടുംബത്തിൽ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഏറ്റവും ഒരു പോസിറ്റീവായുള്ള രീതിയിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കാനും അതുപോലെ തന്നെ പങ്കുവയ്ക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് നമ്മുടെ കുടുംബത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മൂന്നാമത് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു കോസസ് എന്ന് പറയുന്നത് ബർത്ത് ഓർഡർ. സൈക്കോളജിക്കലായിട്ട് ഫാക്റ്റാ പറയുന്നത്. ബർത്ത് ഓർഡറും നമ്മുടെ ഈ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഒന്നാമത്തെ കുഞ്ഞിനെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു പേരന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേരൻസിന്റെ സ്ഥാനം നൽകിക്കൊണ്ട് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ് മൂത്ത ആളെന്നാണ് നമ്മൾ എപ്പോഴും പറയാറ്, അല്ലെ? ഒരു കൺസെപ്റ്റ് അനുസരിച്ച്. രണ്ടാമത്തെ ആള് എപ്പോഴും എന്താണ് ഒരു നെഗ്ലക്ട് ചെയ്യപ്പെടുകയാണ്. കാരണം അധികം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട്. കാരണം രണ്ടാമത്തെ ആള് ഒരു സെറ്റായി വരുന്ന സമയത്തായിരിക്കും മൂന്നാമത്തെ ആള് ജനിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറ്റൻഷനും അതുപോലെ തന്നെ കെയറും ഒക്കെ മൂന്നാമത്തെ ആളിലേക്ക് പോകും. അപ്പോൾ സെക്കൻഡ് ചൈൽഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് ബോൺ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു നെഗ്ലക്ട്ഫുൾ ആയിട്ടുള്ള ഒരു നെഗ്ലക്ട് ചെയ്യപ്പെട്ട ഒരു കുട്ടി എന്ന രീതിയിലാണ് സൈക്കോളജിക്കലി നമ്മൾ അയാളെ കൺസിഡർ ചെയ്യുന്നത്. ഇനി മൂന്നാമത് ഉണ്ടാകുന്ന കുഞ്ഞെന്ന് പറയുന്നത് ഓവർ പാമ്പേർഡായി. കാരണം കുഞ്ഞാണല്ലോ, ഇപ്പോഴും ഏറ്റവും ഇളയത്. അപ്പം മൂന്നാമതായിട്ട് ആ കുഞ്ഞ് ജനിക്കുന്ന ഒരു സമയത്ത് പിന്നെ ചിലപ്പോൾ അടുത്ത ആൾ ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ 3 പേര് ആ ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്നത് എങ്കിൽ നമ്മൾ എപ്പോഴും നമുക്ക് എത്ര വലുതായാലും മൂന്നാമത്തെ ആൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ലാസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പാമ്പേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സ്നേഹിക്കുന്ന, കൊഞ്ചിക്കുന്ന, അല്ലെങ്കിൽ കുഞ്ഞാന്ന് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. സോ ആ കുഞ്ഞിനെ നമ്മളൊരു സ്പോയിൽ ചിൽഡ്രൻ എന്നാണ് നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ അതിനെ പറയുന്നത്. ഒരു പക്ഷേ എന്ന് കൂടി ഞാൻ പറയുന്നുണ്ട്. കാരണം എല്ലാ കുഞ്ഞുങ്ങളും ആ രീതിയിൽ പോകുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ചൈൽഡിനെ കുറച്ചും കൂടി ഒരു പാമ്പേർഡ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒരു സ്പോയിൽ ആയ രീതിയിൽ പോകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് പറയുന്നത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളായിട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പേരൻസ് തമ്മിലുള്ള ഒരു കണക്ഷനാണ്. നമ്മുടെ ഫാദറും മദറും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഏറ്റവും ബേസിക് ആയിട്ട് ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തില് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ കുടുംബത്തില് പങ്കുവെക്കലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ്, അവനൊന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അവൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ആകെ പ്രശ്നമാണ് എന്ന് നമ്മൾ ഇങ്ങനെ വിലപിക്കുന്ന സമയത്ത് നമ്മളിന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. എത്രത്തോളം നമ്മുടെ പേരൻസ് കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം നമുക്ക് ആസ് എ പേരന്റ് എന്ന രീതിയിൽ നമുക്ക് മോഡൽ ആവാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ കുടുംബത്തില് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, എപ്പോഴും ആ ഒരു വഴക്കമുള്ള എൻവയറമെന്റ് ആണോ നമ്മുടെ കുടുംബത്തിലുള്ളത്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള എൻവയറമെന്റ് ആണോ? നമ്മൾ അപ്പന് കൊടുക്കുന്ന സ്ഥാനം അപ്പന് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടോ? ഇക്വാലിറ്റി അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ
സ്നേഹമുണ്ടോ, അങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്ന മക്കൾ കാണുന്നുണ്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മക്കൾക്ക് സ്നേഹം എന്താണെന്ന് അറിയത്തില്ല. സോ ഈ മക്കള് നമ്മുടെ കുഞ്ഞിനെ, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സിനെ, അല്ലെങ്കിൽ ഇനി അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവരുടെ ടീച്ചേഴ്സിനെ, അവരുടെ കൂടെയുള്ള ആൾക്കാരെ കരുതണമെങ്കിൽ, സ്നേഹിക്കണമെങ്കിൽ അവർക്ക് അറിയണം എന്താണ് സ്നേഹം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എത്ര ഇന്നതാണ് സ്നേഹം, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യണം എന്നതിന് പകരം നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുക, എങ്ങനെയാണ് സ്നേഹത്തിൽ ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്ക് മാനേജ്മെന്റ് ടെക്നിക്ക് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്, ഒന്നാമതായിട്ട് കമ്പാരിസൺ ഒഴിവാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള മക്കളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. ചേട്ടൻ ഇങ്ങനെ ചെയ്തല്ലോ, ചേട്ടൻ ഇന്ന രീതിയിൽ എത്തിയല്ലോ, അല്ലെങ്കിൽ ചേട്ടൻ ഇതുപോലെ നല്ല മാർക്ക് മേടിച്ചല്ലോ, ചേട്ടൻ ഇന്ന രീതിയിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തല്ലോ എന്നുള്ള രീതിയിലുള്ള കമ്പാരിസൺ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കുക. കുഞ്ഞ് എന്താണോ തെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞ് എന്താണോ കുറവുള്ളത്, ആ കുറവിനെ അഡ്രസ്സ് ചെയ്ത് അവന്റെ കഴിവുകൾ എന്താണെന്ന് അഡ്രസ്സ് ചെയ്ത് അതിനേക്ക് മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, ഓരോ കുഞ്ഞിപ്പോൾ എത്ര മക്കളാണ് നമ്മുടെ കുടുംബത്തിലുള്ളത്, ആ മക്കൾക്ക് ഈക്വൽ ആയിട്ട് ടൈം, അപ്പൻ്റെയും അമ്മേൻ്റെയും ടൈം ഈക്വൽ ആയിട്ട് കൊടുക്കുക. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക, എപ്പോഴും നമ്മൾ പറയും വൈകുന്നേരത്തെയോ അല്ലെങ്കിൽ രാവിലത്തെയോ നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരുമിച്ചായിരിക്കണം എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഡേ നമ്മൾ ഒരുമിച്ചായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഫുഡ് കഴിക്കുന്ന സമയം മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മുടെ പേരൻസ്, അമ്മയും അതുപോലെ തന്നെ അപ്പനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടൈം കൊടുക്കുക. അവരുടെ കൂടെ കളിക്കാനും അവരോട് സംസാരിക്കാനും അവരെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സെറ്റ് എ ക്ലിയർ റൂൾ ഫോർ റെസ്പെക്ട്. അതായത് കറക്റ്റായിട്ട് ആരെ, അതായത് മുതിർന്നവരെ എങ്ങനെ ഡീൽ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം, നമ്മുടെ സിബ്ലിങ്സിനോട് എങ്ങനെ പെരുമാറണം. നമ്മൾ പറയില്ലേ, പേര് വിളിക്കാൻ പാടില്ല എന്ന് പറയത്തില്ലേ, നമ്മുടെ ഇപ്പം മുതിർന്ന ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ താഴെയുള്ള ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, ഇൻഡിവിജ്വാലിറ്റി എന്താണ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വലുടെ റെസ്പെക്ട് എന്താണ്, ഇക്വാലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ റെസ്പെക്ട് എന്താന്നുള്ളത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ആർക്ക് ആരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. ഇപ്പം ടീച്ചേഴ്സിനോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും മുതിർന്ന ആൾക്കാരോടാണെങ്കിലും എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അറിയത്തില്ല. ഇതൊക്കെ ബേസിക് ആയിട്ട് വരുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അപ്പം അത് റെസ്പെക്റ്റിന്റെ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഏറ്റവും കുഞ്ഞിലെ തന്നെ, കുഞ്ഞ് വലുതായിട്ട് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളതല്ല, ഏറ്റവും ബേസിക് ആയിട്ട് ആ കുഞ്ഞ് സംസാരിക്കാൻ, അത് ഒരു വയസ്സിനുള്ളിൽ തന്നെ നമുക്ക് ആ കുഞ്ഞിനോട് എന്താണ് ശരി ഏതാണ് തെറ്റെന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറിയപ്പോൾ ഒരു 0 to 1 year ഉള്ള കുഞ്ഞിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞിനൊന്നും അറിയില്ല, യെസ് ഓർ നോ അറിയത്തില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കും. അവർ ക്ലിയർ ആയിട്ട് യെസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫൈനലി, ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ തേടണം. ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കണ്ട് ഈ പ്രശ്നം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിന് വേണ്ട മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരു ഗിൽറ്റി ഫീലിംഗിൽ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഗിൽറ്റി ഫീൽ ആയിട്ട് കൊണ്ട് നടക്കാനോ ഒന്നും പാടില്ല. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറെ എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും അതിന് പരിഹാരമുണ്ട്. അപ്പോൾ ആ പരിഹാരം എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ നമ്മുടെ കുഞ്ഞു മക്കളെ നമുക്ക് നല്ല രീതിയിൽ ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഒരു ടേസ്റ്റിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരമ്മയുടെ വാക്കുകളാണ് ഇന്ന് നാം കാണുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ എല്ലാ സക്സസിനും കാരണമായിട്ടുള്ളത്. ഇതുപോലെ സമൂഹത്തിന്, നമ്മുടെ കുടുംബത്തിന് നന്മയാവുന്ന രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ. ഇനി ഒരു പുതിയ എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ, ഇറ്റ്സ് മീ അർജുന ജോസഫ് സൈനിങ് ഓഫ്.